ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നാണ് കേട്ടോ നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. ഞാൻ പൊങ്കാല ഇടുന്നില്ല, അമ്മ ഇടുന്നുണ്ട്. ചേട്ടായുടെ അമ്മ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ പോവാണേ. ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു വലിയ കുപ്പിയിലെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പോകുന്നത്, കാരണം നല്ല വെയിലല്ലേ. അപ്പോൾ ദാ പോകുന്ന വഴിയിലെല്ലാം അടുപ്പുകൾ നിരത്തി ആൾക്കാർ വെളുപ്പിനേ വന്നിരിക്കുകയാണ് കേട്ടോ, സ്ഥലമൊക്കെ പിടിച്ച് വെച്ചിട്ട്. ഞങ്ങളിതാ 9 മണിക്കാണ് പോകുന്നത്, കാരണം അമ്മയൊക്കെ അവിടെ സ്ഥലം പിടിച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ അടുത്തോട്ടങ്ങ് പോയാൽ മതി. അമ്മയും ചേച്ചിമാരും എല്ലാവരും ഉണ്ട്, അപ്പോൾ അവരുടെ അടുത്തോട്ടങ്ങ് പോയാൽ മതി. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും എല്ലാവരും അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് പാത്രമൊക്കെ വെച്ച് എല്ലാം പടുക്കയൊക്കെ ഇട്ട് വെച്ചേക്കുക കേട്ടോ. പൊങ്കാല പായസമുണ്ട്, മണ്ടപ്പുറ്റുണ്ട്, തെരളിയുണ്ട്, മൂന്നും ഉണ്ട് കേട്ടോ. അപ്പം ഇത് ചേച്ചിയാണ്, മൂത്ത ചേച്ചി ശോഭ ചേച്ചി, പിന്നെ ബിൻചേട്ടനും അനുചേട്ടനും ചേട്ടായിയും ആ ചേച്ചിയും മക്കളുമാർ 2 പേരും, വൈഗ നൈഗ എല്ലാവരും ഉണ്ട്. ഇരിക്കുന്നത് വൈഗ, ഈ ആൾ നൈഗ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇനി നിൽക്കുക. അമ്മ അപ്പോഴത്തേനും തെരളിക്കുള്ള മാവൊക്കെ കുഴച്ച് ഇലയിൽ റെഡിയാക്കി വെച്ചു. പിന്നെ ഇനി ഇഡലി പാത്രത്തിലോട്ട് വെച്ച് ആവിയേറ്റി വേവിച്ചെടുക്കാനാണ് കേട്ടോ. അത് പായസം വെച്ച് കഴിഞ്ഞിട്ടേ വെക്കുന്നുള്ളൂ. ആദ്യം പായസം വയ്ക്കും, പിന്നെ തെരളി, പിന്നെ മണ്ടപ്പുറ്റ്, അങ്ങനെ പോകും കേട്ടോ. അമ്മ ഇപ്രാവശ്യം മണ്ടപ്പുറ്റ് വെക്കുന്നില്ല. എല്ലാ വർഷവും അമ്മ തെരളിയും മണ്ടപ്പുറ്റും പായസവും എല്ലാം വെക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പായസം മാത്രമേ വെക്കുന്നുള്ളെന്ന് തീരുമാനിച്ചതാണ്, കാരണം അമ്മയ്ക്ക് അധികം നേരം നിൽക്കാനും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് പായസം മാത്രമേ വെക്കാമെന്ന് വിചാരിച്ചതാണ്, കാല് വയ്യാത്തത് കൊണ്ടേ. പിന്നെ അമ്മയ്ക്കൊരാഗ്രഹം തെരളിയും കൂടെ വെക്കാം എന്ന്. അങ്ങനെ അമ്മ തെരളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. തെരളി പായസമേ ഉള്ളൂ അമ്മയ്ക്ക്. പിന്നെ ചേച്ചിക്കൊക്കെ മണ്ടപ്പുറ്റും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് പായസം വെച്ച് കഴിഞ്ഞിട്ട് തെരളി കഴിഞ്ഞിട്ട് മണ്ടപ്പുറ്റ്, അങ്ങനെ റെഡിയാക്കി എടുക്കും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു കവറിൽ ഭഗവാന്റെ പടങ്ങളുള്ള കലണ്ടറാണെന്ന് തോന്നുന്നു കേട്ടോ, അത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ ഓടിപ്പോയിട്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, 2-3 കവറ്. അപ്പോൾ ഇതാണ് ശോഭ ചേച്ചി, നമ്മുടെ മൂത്ത ചേച്ചി. ആ ചേച്ചി അപ്പുറത്തുണ്ട് കേട്ടോ, ഞാൻ വഴിയെ കാണിക്കാം എല്ലാവരെയും. അപ്പോൾ നമ്മളിതാ ആ ചേച്ചി ഇതാണേ. അവിടെ നിന്ന് വെട്ടം അടിക്കുന്നുണ്ട്, വെയിലടിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ മൊത്തം അടുപ്പാണ്. നമ്മൾ ഇരുന്നത് കിഴക്കേക്കോട്ട ആ ഒരു ഭാഗത്താണ്, പാർത്താസിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ പാലത്തിൻ്റെ അടിയിലാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. ഇവിടെ ആകുമ്പം വെയിലടിക്കാതെ നിൽക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തു. നീലൂട്ടൻ ഇന്ന് പുതിയ മുണ്ടും ഷർട്ടുമാണ് കേട്ടോ, ഇന്നലെ വാങ്ങിച്ചതാണ്. അതാണ് ഇട്ടേക്കുന്നത്. അത് ഇട്ടിട്ട് ഇനിയിപ്പോൾ അവനങ്ങ് വീട്ടിലോട്ട് പോകും കേട്ടോ. ഇവിടെ അടുപ്പിൽ തീ കത്തിച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര പുകയൊക്കെ ആവും, ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവനെ അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അടുപ്പ് കത്തിക്കാനുള്ള സമയമായി. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചു. എല്ലാവരും ഇനി പൊങ്കാല ഇടാനായിട്ടുള്ള തിരക്കൊക്കെ ആയിരിക്കും. അവിടെ മൊത്തം അടുപ്പായിരുന്നേ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും നല്ല സുഖമായിരുന്നു. കണ്ണിൽ കൂടെ പൊന്നിച്ച പറന്നു കേട്ടോ, പുക കാരണം. ഞാൻ സങ്കടം വന്ന് കരയൊന്നുമല്ല കേട്ടോ, പിന്നെ ഈ പുകയടിച്ചിട്ടാണ് കണ്ണിൽ നിന്ന് വെള്ളം ശരിക്കും വരുന്നുണ്ടായിരുന്നു. നല്ല സുഖമായിരുന്നു അവിടെ നിൽക്കാൻ. പിള്ളേർ 2 കൂടെ ജീവനും കൊണ്ട് ഓടി, പുക കാരണം അവിടെ നിൽക്കാൻ പറ്റാതെ. അപ്പോൾ ഓരോരുത്തരും വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ച് അരി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കിപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് നൈകയാണ്. അരി ഇട്ടതിന് ശേഷം അവരോട് മാറി പുകയില്ലാത്തടത്തോട്ട് പോയിരിക്കാനായിട്ട് പറഞ്ഞു കേട്ടോ, കുഞ്ഞുങ്ങളോട്. അപ്പം നൈക കുട്ടിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അമ്മയുടെ ഹെൽപ്പറായിട്ടാണ് നിൽക്കുന്നത്. തീയൊക്കെ നീക്കി വെച്ച് കൊടുക്കാനും. അമ്മയ്ക്ക് അത് കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും കാല് വേദന എടുക്കാൻ തുടങ്ങും. അപ്പോൾ അമ്മ പോയി ഇരിക്കും. അപ്പം പിന്നെ ഞാനായിരിക്കും അടുപ്പ് നോക്കുന്നത്. അങ്ങനെ നമ്മൾ അരി ഇടാനായിട്ട് പോവാം കേട്ടോ. അതിൽ നിന്ന് അമ്മ ഇടുന്നു, പിന്നെ എന്നെയും കൊണ്ടും ഇടിയിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും അങ്ങേ വർഷവും ഞാൻ പൊങ്കാല ഇട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പൊങ്കാല ഇടുന്നുണ്ടെങ്കിൽ കിഴക്കേക്കോട്ടയൊന്നും പോകത്തില്ല. നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, കാരണം നമുക്ക് കഴിഞ്ഞ ഉടനെ പെട്ടെന്നങ്ങ് വീട്ടിലോട്ട് പോവാമല്ലോ. പക്ഷേ ഇപ്രാവശ്യം അമ്മയൊക്കെ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ പോകുന്നതാണ്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഫീലായിരുന്നു എല്ലാവരും കൂടെ ഇരുന്ന് പൊങ്കാല ഇടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരും കൂടി ഇരുന്ന് പൊങ്കാല ഇടുന്നത്. അപ്പം പക്ഷെ അടിപൊളിയായിരുന്നേ. നല്ല
നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഒക്കെ. പിന്നെ അമ്മ അരിയിട്ടതിന് ശേഷം ഞാനും കൂടി അരിയിട്ടു കേട്ടോ. 3 പ്രാവശ്യം മുഴിഞ്ഞ് പ്രാർത്ഥിച്ച് അരിയിട്ടു. അങ്ങനെ നമ്മുടെ പായസത്തിനുള്ള അരി ഇവിടെ വേവാനായിട്ട് പോവാട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അരി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി പരിപാടിയെല്ലാം ചെയ്യും. പിന്നെ എന്താണ്, എല്ലാവരും ആരൊക്കെ പൊങ്കാല ഇട്ടു എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്നായാലും ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. തുണികളും 2-3 ദിവസം മുന്നേ വന്നിട്ട് സ്ഥലം പിടിച്ചിട്ട് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് എന്താ പറയുക, നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ പൊങ്കാല ഇടുമ്പോഴേ പറയാൻ വാക്കുകളില്ല ഗൈസ്, പറയാൻ വാക്കുകളില്ല. അപ്പം നമ്മുടെ പൊങ്കാല ഇവിടെ തിളയ്ക്കാനായിട്ട് പോവാണ്. അപ്പം പൊങ്കാലയൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഓരോ അടുപ്പിലെ തിളച്ച് ഇങ്ങനെ മറിയുമ്പോഴും കുരവകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എവിടെയെങ്കിലും ഒരിടത്ത് കുരവ കേൾക്കുമ്പോഴത്തേനും നമ്മൾ തിരിഞ്ഞു നോക്കും. അവിടുത്തെ പൊങ്കാല തിളച്ച് മറിഞ്ഞു, തിളച്ച് തൂവി എന്നിങ്ങനെ തിരിഞ്ഞു നോക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്കി സാധനങ്ങൾ, ശർക്കര, തേങ്ങ അതെല്ലാം ഇടും. അങ്ങനെ പായസം എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഓരോരുത്തരുമായിട്ടും എന്താ പറയുക, എല്ലാം വേവിക്കാനായിട്ട് വെച്ചു. തെരളിയും മണ്ടപ്പുറ്റും ഒക്കെ. പിന്നെ ചേച്ചി വെള്ളച്ചോറുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ക്യൂ നിൽക്കുന്നത് ചോറിന് വേണ്ടിയിട്ടാണ്. രാവിലെ കാപ്പി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പൊങ്കാലയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാനായിട്ട് പോവാം കേട്ടോ. ചോറ് അന്നദാനം ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് ക്യൂ നിന്ന് അങ്ങ് പോകണം. അപ്പോൾ ചേച്ചി അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇനി നേദിക്കുന്ന സമയം ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അത് തന്നെ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പായസം, മണ്ടപ്പുറ്റ്, തെരളി എല്ലാം റെഡിയായി. അതെല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ കിഴക്കേക്കോട്ട വരെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ ഉത്സവമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തരാപാര നടക്കുന്നത് നല്ല രസമല്ലേ. കുറേ നാളായി അങ്ങനെയൊക്കെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടം വരെ ഒന്ന് പോയി എല്ലാം ഒന്ന് കണ്ടിട്ടൊക്കെ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ മൊത്തം പോകുന്ന വഴി എന്താ പറയുക, അടുപ്പുകളായിരുന്നു കേട്ടോ. വണ്ടി പോകുന്നു അതിൻ്റെ കൂടെ. പിന്നെ ഞങ്ങൾക്ക് പോകുന്ന വഴി ചോറ് കിട്ടി കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ചോറ് കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പോകുന്ന വഴി ഈ ചോറ് കിട്ടിയതുകൊണ്ട് അതും വാങ്ങിച്ച് കഴിച്ചിട്ട് മറ്റേ ചോറ് ചേട്ടന്മാർക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വാങ്ങിച്ച് വെച്ചത്. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ, കിഴക്കേക്കോട്ട. അപ്പോൾ അവിടെ വന്നപ്പം ഒടുക്കത്തെ തിരക്ക്, ഭയങ്കര തിരക്കായിരുന്നേ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ദേവിയെ ഒരുക്കി വെച്ചേക്കുവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നല്ല പാട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ വോളിയം മ്യൂട്ട് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ള പേടിയുണ്ട്. അപ്പോൾ നേദിക്കാനായിട്ട് തിരുമേനി വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. നമ്മളിങ്ങനെ സമയമൊക്കെ ആയി. അപ്പോൾ നമ്മുടെ പൊങ്കാലയൊക്കെ ഇവിടെ ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നേദിക്കാൻ തിരുമേനി വന്നു. അങ്ങനെ നേദിച്ചിട്ടൊക്കെ പോയിട്ടോ. ഇനി നമുക്ക് എല്ലാം കൊണ്ട് വീട്ടിൽ പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ പൊങ്കാല വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോഴേക്കും ടാറ്റാ.